ഹായ് ഗൈസ്, ഇപ്പം ഇന്ന് ഒരു ബീഫ് പരട്ടാണ്. അത് നമ്മൾ നല്ല ബീഫ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, കറി മസാല ഇട്ട് കുറച്ച് ഉപ്പിട്ട്, അതുപോലെ തന്നെ നല്ല രീതിക്ക് പൊടിച്ച കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും തൈരും നാരങ്ങ നീരും ഇത്രയും കരുതി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അത് നമുക്കൊരു കുക്കറിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെച്ച് അത് വേവിച്ചെടുക്കാം. എത്രയാണോ വേണ്ടത് അത്രയും. പിന്നെ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള ഇട്ട് നല്ല ചോപ്പ് ചെയ്ത് സവാള ഇടണം. പിന്നെ കറിവേപ്പില, മുളക്, തക്കാളി, ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോഴേക്കും കുറച്ച് കറി മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഈ വേവിച്ച സാധനങ്ങളൊക്കെ കൂടി ഇട്ട് വെച്ചതിന് ശേഷം നല്ലതിലേക്ക് മിക്സ് ചെയ്ത് അതിൽ വെള്ളം നല്ല രീതിക്ക് വറ്റിച്ചെടുക്കണം. നല്ലൊക്കെ വറ്റി വരുമ്പോഴേക്കും അതിലോട്ട് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. എല്ലാവരും നാളെ നോമ്പുറക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുക.